അസ്സലാമു അലൈക്കും. ഇക്ക, നമുക്ക് നമുക്ക് ഈ വീട് മാറാം. എനിക്ക് വയ്യ, ഇവിടെ പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി. മറുത്തൊന്നും പറയല്ലേ. സജിന അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. മാറാം, അവനും പെട്ടെന്ന് പറഞ്ഞവളെ സമാധാനിപ്പിച്ചു. സമാധാനിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല, അവനും തോന്നി തുടങ്ങിയിരുന്നു വേറെ താമസമാക്കാൻ. ഇവിടെ നിന്ന് മാറി താമസിക്കുന്നവർക്ക് ഒരു തരി ഭൂമി തരില്ലെന്നാണ് ഉപ്പയുടെയും ഉമ്മയുടെയും തീരുമാനം. കിട്ടുന്നത് മുഴുവൻ ഉമ്മയുടെ കയ്യിൽ കൊടുത്തുള്ള ശീലമായതിനാൽ കയ്യിൽ നീക്കിയിരിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3-4 വർഷമായിട്ടുള്ളൂ ചിലവിനുള്ളത് മാത്രം ഉമ്മയെ ഏൽപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു വീടും സ്ഥലവുമൊക്കെ വാങ്ങാനുള്ള പണമില്ല. ഇപ്പോൾ മുഴുവൻ പണമൊന്നും ആവില്ലെങ്കിലും പിടിച്ചു നിൽക്കാം. ബാക്കി സജിനയുടെ കുറച്ച് സ്വർണം കൂടി എടുക്കാം. 2 പേരുടെയും കൂടെ പേരിൽ വാങ്ങിക്കാമെന്നെല്ലാം കണക്ക് കൂട്ടിയവൻ. എന്തായാലും ഉമ്മയോട് ഉപ്പയോട് ഇപ്പോൾ പറയണ്ട, വീടും സ്ഥലമൊക്കെ റെഡിയായിട്ട് പറയാം. ഇല്ലെങ്കിൽ ഉമ്മാക്കില്ലാത്ത ആവശ്യങ്ങളും അസുഖങ്ങളും ഉണ്ടാവില്ല. പിന്നെ ആ പണം കയ്യിൽ കിട്ടുവോളം നാടകമായിരിക്കും. ഒരു മക്കളും വേറെ പോകുന്നത് ഉമ്മാക്കിഷ്ടമല്ല. കിട്ടുന്നത് കുറയുമെന്നത് കൊണ്ടും മരുമക്കളെ അടക്കി ഭരിക്കാൻ കിട്ടില്ല എന്നോർത്തും. റഷീദ് സമ്മതിച്ചതോടെ സജിനയ്ക്കും സന്തോഷമായി. ഉമ്മയുടെ സ്വഭാവം മനസ്സിലാക്കി തൻ്റെ കൂടെ നിൽക്കുന്ന ഇക്കയെ അവൾ ഒരുപാട് സ്നേഹത്തോടെ നോക്കി. എന്താ? അവൻ തൻ്റെ പിരികം പൊക്കി കുസൃതി ചിരിയോടെ അവളുടെ നോട്ടത്തെ നേരിട്ടു. അതുവരെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങൾ ഇല്ലാതാവുന്നത് അവൾ അറിഞ്ഞു. തൻ്റെ മനസ്സറിഞ്ഞു തങ്ങളെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ഏതൊരു പെണ്ണിൻ്റെയും ഭാഗ്യമാണെന്ന് ഓർത്തു. വീട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കൾ മാത്രം കൂടിയിട്ട് ചെറിയൊരു കല്യാണം, അത് മതി. നിയാസാണ് ഈ നിർദ്ദേശം വച്ചത്. അത് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. വിവാഹത്തിന് നിയാസ് സമ്മതിച്ചതിനെ തുടർന്ന് 2 ദിവസം കഴിഞ്ഞാൽ റീമ പോകുന്നത് കൊണ്ടും വിവാഹം 2 മാസം കഴിഞ്ഞിട്ട് മതിയെന്നവർ തീരുമാനിച്ചു. ഷാക്കിറയുടെ മനസ്സന്ന് എല്ലാവരും കൂടെ പുറത്തേക്ക് പോയ ദിവസം നിയാസ് സമ്മതം അറിയിച്ച അന്നു മുതൽ അവരുടെ കയ്യിൽ നിന്നും തെന്നി മറന്നു തുടങ്ങിയതാണ്. ചില സമയത്ത് ആ വിവാഹം വേണ്ടെന്ന് തോന്നും. ചില സമയത്ത് തനിക്കും അനിയത്തിമാരെ പോലൊരു കുടുംബം വേണമെന്നും തോന്നും. തൻ്റെ മാതാപിതാക്കളെ കൂടെ തന്നെ ഓർത്തുള്ള ആദ്യം ഇല്ലാതാക്കാൻ ഈ വിവാഹം വേണമെന്നും. എന്നാൽ ഡോക്ടറെ കാണിച്ചിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട നിയാസിന് തനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു ഉൾഭയമാണ് അവളിൽ എപ്പോഴും. ഊണും ഉറക്കവുമൊക്കെ അതിനുശേഷം ക്രമം തെറ്റിയതുപോലെയാണ്. അതുകൊണ്ട് തന്നെ അത് മുഖത്തിനെയും അവളുടെ ശരീരത്തെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതവും ഇങ്ങനെയായി. ഇനി മറ്റൊരാളുടെ ജീവിതവും സന്തോഷവും തന്നെ വിവാഹം കഴിക്കുന്നതിലൂടെ ഇല്ലാതാകുമോ എന്നൊരു ചിന്തയാണ് അവൾക്ക്. ഒരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം സജിനയോട് മാറ്റി നിൽക്കാൻ പറഞ്ഞതുപോലെ അവൾ മാറ്റി ഒരുങ്ങി മക്കൾക്കും ഒരുക്കി കൊടുത്തു. ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവൾ റൂമിന് പുറത്തിറങ്ങാതെ തന്നെ അവിടെ തന്നെ ഇരുന്നു. പുറത്തേക്ക് പോയി ആയിഷുമ്മ കണ്ടാൽ പിന്നെ എങ്ങോട്ട് പോകുന്നതിനുള്ള മുന്നേയും അവരുടെ അനുവാദം കിട്ടണമെന്ന ആ വീട്ടിലെ നിയമം തെറ്റിച്ചേനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ എങ്ങനെയാണ് ചോദിക്കുക? ഇക്ക വരുന്നത് വരെ റൂമിൽ തന്നെ നിൽക്കാം, ഇക്ക പറഞ്ഞോളൂ ഉമ്മയോട് എന്നവൾ മനസ്സിലുറപ്പിച്ചു. റഷീദ് വന്ന് ചെറിയ കുഞ്ഞിനെ എടുത്ത് വാ പോകാം എന്ന് പറഞ്ഞ് സജിനയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖം ദയനീയതയോടെ തന്നെ നോക്കുന്നത് കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി. ഒന്നും ഉണ്ടാകില്ല എന്ന് കൺചിമ്പി കാണിച്ച് ഇവിടെ ആ കൈ പിടിച്ചു ഒരു ധൈര്യത്തിന് വേണ്ടി. അല്ല, എങ്ങോട്ടാ അപ്പോൾ പുതിയണ്ണും പുതാപ്പിളും കുട്ടികളും കൂടി? സജിന പേടിച്ചതുപോലെ തന്നെ സിറ്റൗട്ടിൽ എത്തിയപ്പോൾ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്ന ഐഷമ്മ ചോദിച്ചു. അത് നിയാസിൻ്റെ കല്യാണമല്ലേ വരുന്നത്, അപ്പോൾ നാളെ ഡ്രസ്സ് എടുക്കാൻ പോവാമെന്ന് പറഞ്ഞിരുന്നു. അതിന് രാവിലെ കുട്ടികളെയൊക്കെ ഒതുക്കി പോകാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഇപ്പോൾ തന്നെ പോവാമെന്ന് വിചാരിച്ചു. റഷീദാണ് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞത്. അതിന് പെട്ടെന്ന് പൊട്ടിമുളച്ചതാണോ ഈ പോക്ക്? അവൾക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോണത്? തന്നോട് ചോദിക്കാതെ താൻ അനുവാദം കൊടുക്കാതെ മാറ്റി വന്നതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ഐഷുമ്മ ചോദിച്ചു. ഉമ്മ, അതിനെ അവൾക്ക് അറിയില്ലായിരുന്നു ഉമ്മ. എൻ്റെ ഫോണിലേക്കാണ് വിളിച്ചു പറഞ്ഞത്. ഞാൻ അവളോട് ഡ്രസ്സ് എടുക്കാനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുൻകൂട്ടി പറഞ്ഞാലേ ഞാൻ വരുന്നതിന് മുമ്പേ അവളുടെ മനസ്സിൽ ഒരുപാട് കണക്ക് കൂട്ടലുണ്ടാവും. എങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം, എത്ര കൂട്ടെടുക്കണം എന്നൊക്കെ. ഇതാകുമ്പോൾ അവൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ പണം എടുത്തിട്ടില്ലെന്ന് അവൾക്കറിയും. അപ്പോൾ പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എനിക്ക് അത് വേണം ഇത് വേണമെന്നും പറയില്ല. അപ്പോൾ പിന്നെ വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞാലേ അവൾ എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ കണ്ടുപിടിച്ചേനെ എൻ്റെ കയ്യിലെ ക്യാഷ് കളയാൻ. ഉമ്മ വിശ്വസിക്കും വിധം സജിനയെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി.
മരുമകളെ തന്നെ മുന്നിലിട്ട് കുറ്റപ്പെടുത്തിയത് കൊണ്ടാവാം അവരുടെ മുഖം തെളിഞ്ഞു. ചോദിക്കാത്തതിലുള്ള ദേഷ്യം അപ്പോൾ ആ മുഖത്ത് കാണാനില്ല. എങ്ങനെയുണ്ട് ഐഡിയ എന്ന രീതിയിൽ സജിനയെ നോക്കി അവൻ പുരികം പൊക്കി കാണിച്ചു. അവൾ കള്ളഗൗരവത്തോടെ മുഖം തിരിച്ചെങ്കിലും ആ ചുണ്ടുകളിലൊരു പുഞ്ചിരി ഒളിപ്പിച്ചിരുന്നു. റഷീദിൻ്റെ വണ്ടി കുറച്ചു നേരത്തെ ഓട്ടത്തിന് ശേഷം 30 സെൻറ്റും അതിൽ നല്ലൊരു വീടുമുള്ള വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. അവൾ ഇവിടെ ആരെയെന്ന സംശയത്തിൽ നെറ്റി ചൊളിച്ചാണ് ഇറങ്ങിയത്. ഇത്രയും കാലത്തിന് ഇടയ്ക്ക് ഈ സ്ഥലത്തൊരു ബന്ധമുള്ളതായിട്ട് അവൾക്ക് അറിയില്ല. വീട് പൂട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. കാറിൻ്റെ ശബ്ദം കേട്ട് എവിടെ നിന്നറിയില്ല ഒരാൾ തങ്ങളുടെ ബാക്കിൽ നിന്ന് വരൂ എന്നൊരു വാക്ക് കേട്ട് അവൾ നോക്കി. ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. വാ. അവനൊരു കൈ കൊണ്ട് സജിനയുടെ കയ്യിൽ കൊടുത്തു. മറുകൈ കൊണ്ട് കുഞ്ഞിനെ എടുത്ത് അയാളുടെ പിന്നാലെ കയറി. വീട് മൊത്തം നടന്നു കണ്ടു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അയാൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം മൂളുന്നുണ്ടോ എന്നല്ലാതെ അവൻ ഒന്നും പറയുന്നില്ല. സജിനയ്ക്ക് പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ല. അല്ല സജിന, നിനക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവിടെയെല്ലാം കാണുന്നതിനിടയിൽ റഷീദ് അവളോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൾ ഇഷ്ടമായി എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നമുക്കങ്ങ് വാങ്ങിയാലോ? നമ്മുടെ തറവാട്ടിൽ നിന്ന് ഇത്തിരി ദൂരാണെന്ന് മാത്രമേ ഉള്ളൂ. അയൽവാസികളൊക്കെ ഉണ്ട്. അറിയാത്തൊരു സ്ഥലത്തായതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കാം. അഡ്വാൻസ് കൊടുത്തിടാം. പിന്നെ രജിസ്ട്രേഷനും കഴിഞ്ഞ് താമസം തുടങ്ങുന്നതിന് മുമ്പേ വീട്ടിൽ പറയാം. തൻ്റെ വീട്ടിൽ ഇന്ന് തന്നെ പറയാമെന്ന് പറഞ്ഞ് അവളുടെ അഭിപ്രായം അറിയാനായി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തായാലും വീടും സ്ഥലം വാങ്ങിക്കല്ലേ. അപ്പോൾ പിന്നെ 2 വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമല്ലാതെ രണ്ടിൻ്റെ ഇടയിലൊരു വീട് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലതിക്ക. എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊന്നുമില്ല. നമുക്ക് ഞാൻ പറഞ്ഞതുപോലുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ നോക്കാം. 2 വീടിൻ്റെ തൊട്ടടുത്തും അല്ല ഒരുപാട് ദൂരെയും അല്ലാത്ത വിധം. സജിന പറയുന്നത് റഷീദിനും ശരിയാണെന്ന് തോന്നി. അതെ, ഈ പറഞ്ഞതുപോലെ നോക്കാം. ഞാൻ എന്തേ അങ്ങനെ ചിന്തിക്കാതിരുന്നത്? അവനൊരു ചിരിയോടെ പറഞ്ഞു. അന്ന് പിന്നെ നേരെ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു. തന്നെ വിട്ട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാത്തത് കാരണം അവൾ അവളുടെ വീട്ടിൽ താനും കൂടെ ഉള്ളപ്പോൾ മാത്രമേ നിൽക്കാറുള്ളൂ. അതും വർഷത്തിൽ ഒരു ദിവസമോ മറ്റോ. ഇനി വേറെ വീടെടുത്ത് താമസം മാറ്റിയാൽ അവൾക്ക് അവിടെ പോയി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കുറച്ച് ദിവസമൊക്കെ അവളുടെ കൂടെ വന്ന് താമസിക്കാൻ കഴിയും. മകളും ഭർത്താവും കുട്ടികളും വന്നതുകൊണ്ട് തന്നെ അവളുടെ ഉമ്മാക്ക് എന്തൊക്കെ ഉണ്ടാക്കണം കൊടുക്കണം എന്നറിയാത്ത വെപ്രാളമാണ്. വർഷത്തിലൊരിക്കൽ വരുന്ന വിരുന്നുകാരിയാണ്. എന്ത് കൊടുത്താലാണ് തനിക്ക് മനസ്സ് നിറയുന്നത് എന്നവർ ചിന്തിച്ചു. തൻ്റെ മക്കളെ എത്രയൂട്ടിയാലും സൽക്കരിച്ചാലും മതി വരാത്തത് ഉമ്മമാർക്ക് തന്നെയായിരിക്കും. രാത്രി സജിനയുടെ ഉപ്പഴും ആങ്ങളമാരും എല്ലാം ഉള്ള സമയം തീന്മേശയിൽ വിഭവങ്ങൾ നിരത്താൻ ഉമ്മയും നാത്തുമാരും അടുക്കളയിൽ നിന്നും ടേബിളിലേക്ക് ഓരോ വട്ടവും ഓരോന്ന് കൊണ്ടുവന്നു വച്ചു. സജിന അവരെ സഹായിക്കാൻ നോക്കി. എങ്കിലും അവർ അവളെ അതിനൊന്നും അനുവദിച്ചില്ല. ഭക്ഷണത്തിൻ്റെ സമയത്ത് റഷീദ് വീട് കാണാൻ പോയതും വീടും സ്ഥലവും എടുക്കാനുള്ള പ്ലാനിങ്ങിനെക്കുറിച്ചും എല്ലാവരുമായി സംസാരിക്കുകയുണ്ടായി. സംസാരത്തിനിടയിൽ കയ്യിലുള്ള ഫണ്ടിനെക്കുറിച്ചും എത്ര ബഡ്ജറ്റ് വരെ ആകാമെന്നതിനെക്കുറിച്ചും ചോദിച്ചവർ. തൻ്റെ സമ്പാദ്യം എത്രയാണ് ഉള്ളതെന്നും ബാക്കി സജിനയുടെ സ്വർണം വിൽക്കാമെന്നുമാണ് തീരുമാനമെന്നും അവൻ അവരോട് പറഞ്ഞപ്പോൾ വീട് വാങ്ങുന്നതിന് അവർ പൂർണ്ണ സപ്പോർട്ടാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കണമെന്നും ഞങ്ങൾ കൂടെ വീട് നല്ലത് അന്വേഷിക്കാമെന്നും പറഞ്ഞതോടെ സജിനയുടെയും റഷീദിൻ്റെയും മനസ്സ് നിറഞ്ഞു. എന്നാൽ ഏറ്റവും അവസാനം അവളുടെ സ്വർണം അത് വീണ്ടും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാമെന്നും തികയാതെ വരുന്ന പണം ഞാൻ തരാമെന്നും സജിനയുടെ ഉപ്പ പറഞ്ഞു. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കുറച്ചു നേരം സംസാരിക്കുന്നതിനിടയിൽ നാത്തുമാരും സജിനയും പിറ്റേ ദിവസം ഷോപ്പിംഗ് പോകുന്നതിനുള്ള പ്ലാനിങ്ങിലായിരുന്നു. നിയാസിൻ്റെ വിവാഹകാര്യങ്ങളും അവരുടെ ഇടയിൽ സംസാരം വന്നു. 2ാം വിവാഹമാണെങ്കിലും നിയാസിൻ്റെ ഉപ്പക്കും ഉമ്മക്കും സജിനയെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അവളല്ലേ ഒരു പെങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ മൊയ്ത് ഹാജിക്കും ആയിഷുമ്മക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അവർ വിവാഹം പറയാൻ അവരുടെ വീട്ടിലെത്തി. ആദിത്യ മര്യാദ കാണിച്ച് ആയിഷുമ്മ അവരോട് സംസാരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തു. ഒടുവിൽ അവർ വന്നത് എന്തിനെന്ന് അറിയാമായിരുന്നുവെങ്കിലും അവരുടെ നാവിൽ നിന്ന് കേട്ടതോടെ അവരൊരു പരിഹാസത്തോടെ ചോദിച്ചു, ആ മച്ചിയെ തന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചുല്ലേ? ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞതിനുള്ള അർത്ഥം. പിന്നെയും ആയിഷുമ്മ എന്തൊക്കെയോ ഷാക്കിറയെ പറ്റി പറഞ്ഞു. നിയാസിൻ്റെ ഉമ്മക്കും ഉപ്പയ്ക്കും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. സജിന അവരെ ദയനീയ മുഖത്തോടെ നോക്കിപ്പോയി. വിവാഹം ഇങ്ങടുത്തതോടെ ഷാക്കിറയ്ക്ക്
താൻ ചെയ്യുന്നത് മുഴുവനും അബദ്ധമായി തുടങ്ങി. ആകെ കൂടി ഒരു വെപ്രാളം. സെജിന അവൾക്ക് അവർ വാങ്ങിയ മഹറിൻ്റെയും ഡ്രസ്സിൻ്റെയും ഒക്കെ ഫോട്ടോ അയച്ച് നൽകിയിരുന്നു. അറബിയിൽ നിയാസ് എന്ന പേരെഴുതിയ ലോക്കറ്റിലേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നു പോയി അവൾ. ഇടയ്ക്കിടെ തേടി വരുന്ന നിയാസിൻ്റെ കോളുകൾ അത് ചിലപ്പോൾ 5 മിനിറ്റോ അതിൽ കുറവോ മാത്രമേ കാണൂ. കഴിച്ചോ, സുഖമല്ലേ, അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അവൾ അതിന് മൂളിയും ഒറ്റ വാക്കിലും മറുപടി നൽകും. മറ്റുള്ളവരെ പോലെ കുസൃതിയോടെയുള്ള ചോദ്യങ്ങളോ ശൃംഗാരമോ ഇല്ല. അവൾ അവനോട് തിരിച്ചൊന്നും ചോദിക്കാറുമില്ല. നിയാസിനും അവളുടെ അപരിചിതത്വം മാറട്ടെ എന്നൊരു ചിന്ത മാത്രമേ ഈ ഫോണുകളി കൊണ്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ജീവിതത്തെപ്പറ്റിയുള്ള മുൻകൂർ പ്ലാനിങ്ങോ തമ്മിൽ പ്രണയമില്ല. ജീവിതത്തിൽ വിധി കൊണ്ട് തോറ്റവർ 2 പേര് തങ്ങളുടെ ഒന്നിക്കൽ കൊണ്ട് കാലങ്ങൾ കൊണ്ട് തങ്ങൾക്കും ഒരു നല്ല ജോഡികളാവാം, നല്ലൊരു ജീവിതം ഉണ്ടാകാം എന്നൊരു പ്രതീക്ഷ മാത്രം. ആ ചെറിയൊരു ഫോൺ വിളി തന്നെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു നിയാസ് എങ്ങനെയുള്ളവനാണെന്ന്. ചില ആണുങ്ങൾ ഒക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ നമ്പർ കിട്ടാൻ കാത്തിരിക്കും വെറുതെ ശൃംഗരിക്കാൻ. പിന്നെ സൗണ്ടൊന്ന് മാറിയാൽ വയ്യേ എന്ന് അന്വേഷിക്കുന്നവൻ ആബിനെ പോലെ അല്ലെന്നും അങ്ങനെ അവനെപ്പോലെ ആകില്ലെന്നും തോന്നലും മനസ്സിൽ ഉറച്ചു നിന്നു. ഇത്രയും കാലവും ആബിദിൻ്റെ ഭാര്യയായി വീട്ടിൽ കഴിഞ്ഞിട്ട് ഇതുവരെ അസുഖമാണെന്ന് കണ്ടുപോയാൽ പോലും എങ്ങനെയുണ്ട്, കുറവുണ്ടോ, ഡോക്ടറെ കാണിക്കാം എന്നൊരു വാക്ക് പോലും അവൻ പറഞ്ഞിട്ടില്ല. ആബിദിനെ പോലെയല്ല, സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അറിയുന്ന ഒരാളാണ് നിയാസ് എന്ന് ഇതിനോടകം അവൾക്ക് മനസ്സിലായിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള അവളുടെ വിളി അവളുടെ വെപ്രാളം കുറച്ചു. ആ വൃദ്ധ ദമ്പതികൾക്കും തങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്നത് കൊണ്ടുള്ള സന്തോഷം അവരുടെ മുഖത്തും കാണാമായിരുന്നു. റീമയും ഫാമിലിയും നാളെയാണ് ലീവിന് വരുന്നത്. ഫെബി വിവാഹം അടുപ്പിച്ച് ഒരാഴ്ച ലീവ് എടുക്കാമെന്ന് റീമക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. തൻ്റെ അനിയത്തിമാർക്ക് തൻ്റെ വിവാഹത്തിലുള്ള കരുതൽ കണ്ട് മനസ്സ് നിറയുന്നുണ്ട്. എങ്കിലും ഏട്ടത്തിയായ താൻ അവരുടെ വിവാഹത്തിന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് ഓർക്കുമ്പോൾ ഷാക്കിറയ്ക്ക് ഇതുപോലെ കുറേ ദിവസങ്ങൾക്ക് മുന്നേ അവരുടെ കല്യാണത്തിന് വന്നു നിൽക്കാനൊന്നും പറ്റിയിരുന്നില്ല എന്നോർക്കുമ്പോഴാണ് ഇപ്പോൾ വിഷമം. റീമയുടെയും ഫെബിയുടെയും സാന്നിധ്യം ആ വീട്ടിൽ ബഹളമയമാക്കി. എപ്പോഴെങ്കിലും ആണ് ആ വീട് ഇതുപോലെ ഉണർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഉമ്മയും ഉപ്പയും ഷാക്കിറയും മാത്രം. കുഞ്ഞുങ്ങളുള്ള വീടല്ലേ ശബ്ദമുണ്ടാകുന്നത്. അങ്ങനെ ആ വിവാഹനാളും എന്നിട്ട് ഷാക്കിറക്ക് ആദ്യം നൽകിയിരുന്ന സ്വർണം തന്നെ മതിയെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. അതുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു ആ ഉപ്പാക്കും ഉമ്മാക്കും. എന്നാൽ വിവാഹത്തിൻ്റെ അന്ന് സാരിയൊക്കെ ഉടുപ്പിച്ച് ഷാക്കിറയെ സുന്ദരിയാക്കി ഉണ്ടായിരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം റീം ഒരു പെട്ടിയുമായി വന്ന് അതിൽ നിന്നൊരു 10 പവൻ്റെ സെറ്റ് കൂടി അവൾക്ക് അണിയിച്ചു കൊടുത്തു. ഇത് ഞങ്ങൾ അനിയത്തിമാരുടെ വക ട്ടോ. അതൊന്നും വേണ്ടെന്ന് അവൾ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും 2 പേരും വാങ്ങിയില്ല. വിവാഹം പ്രമാണിച്ച് സെജിന തലേന്ന് തന്നെ നിയാസിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ആയിഷമ കുറച്ച് ആലിളകിയെങ്കിലും അതൊന്നും അവരെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലങ്ങായിട്ടില്ല. നോക്കിക്കോ, ഏറിക്കഴിഞ്ഞ 1 വർഷം അതിൽ കൂടുതൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോനെ ഓളെ വെക്കൂലടി. ആദ്യത്തെ അഭിനിവേശമൊക്കെ കഴിഞ്ഞാലേ ഒരു കുഞ്ഞില്ലാതെ വരുമ്പോൾ അതൊക്കെയാണ് കെട്ടടങ്ങും. ഓളെ വീട്ടിൽ തന്നെ കൊണ്ടാക്കും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്ന രീതിയിൽ സെജിനയും റഷീദും വിവാഹത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സെജിനയോട് ഐഷുമ്മ പറഞ്ഞു. അതിന് സെജിന ഒന്നും മറുപടി നൽകിയില്ല. അല്ലെങ്കിലും എന്ത് മറുപടി പറയാനാണ്? അതിൻ്റെ നാവ് എങ്ങനെയുള്ള മനുഷ്യരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമേ വരൂ. അവർ 2 പേരല്ലാതെ ആ തറവാട്ടിൽ നിന്ന് ആരും തന്നെ ആ വിവാഹത്തിൽ പങ്കെടുത്തില്ല. കല്യാണം കഴിഞ്ഞ് സെജിനയും റഷീദും വീട്ടിലേക്ക് വന്നപാടെ ഐഷുമ്മ ചോദിച്ചു, ആ മച്ചിയെ വീട്ടിലേക്ക് പിടിച്ച് കയറ്റിയിട്ടുള്ള വരവാണല്ലേ? ആണെങ്കിൽ എന്താ നിങ്ങൾക്ക്? എൻ്റെ ആങ്ങൾ ആരെ വേണമെങ്കിലും കൂട്ടിക്കോട്ടെ. നിങ്ങൾ മച്ചിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതല്ലേ? എന്നിട്ട് മറ്റ് മക്കൾക്ക് എല്ലാവർക്കും 2ഉം 3ഉം വയസ്സായപ്പോൾ അടുത്ത കുഞ്ഞുണ്ടായല്ലോ. എന്നിട്ട് നിങ്ങളെ പുന്നാരം മോനിന് രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടെന്ന് വിചാരിച്ചതാണോ? സെജിനയുടെ ആ ചോദ്യത്തിൽ ഐഷുമ്മ ഒന്ന് പകച്ചു. ശരിയാണ്, റിസിയെ കല്യാണം കഴിഞ്ഞ ഉടനെ ഗർഭം ധരിച്ചതാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമതും ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. സെജിന ഒന്നും ഓർക്കാതെ അവർക്ക് അപ്പോൾ വായിൽ വന്ന മറുപടി കൊടുത്തതായിരുന്നു. എന്നാൽ ഐഷുമ്മയിൽ അത് നന്നായി കൊണ്ടു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ റിസിയെ ഗർഭിണിയായി ഒരു കുട്ടിയുണ്ടായപ്പോൾ മുതൽ തൻ്റെ മനസ്സിൽ ഇനിയൊരു കുഞ്ഞെന്ന ചിന്തയൊന്നും വന്നിരുന്നില്ല. എന്നാൽ സെജിന പറഞ്ഞതും ശരിയാണ്. താനും തൻ്റെ മക്കൾക്കും ഇപ്പോൾ 2ാമത്തെ വയറ്റിലോ അല്ലെങ്കിൽ പ്രസവമൊക്കെ കഴിയേണ്ട സമയമായി. എന്തായാലും അവർ 2ാമത്തേത് വേഗം നോക്കുമായിരിക്കും. അല്ലെങ്കിൽ അവളോടൊന്ന് സൂചിപ്പിക്കണം എന്നെല്ലാം ഓർത്ത് ഇനി ഒരിക്കലും സെജിനയോട്
ഒന്നും ചിന്തിക്കാതെ പറയില്ലെന്ന് ഐഷുമ്മ തീരുമാനിച്ചു. അവൾക്ക് തന്നെ തീരെ ഒരു വിലയില്ലാതായിരിക്കണം. അത് മറ്റുള്ള മരുമക്കളെ മുന്നിൽ വെച്ച് പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ അവർക്കും തന്നോടുള്ള പേടിയും ബഹുമാനവും കുറയുന്നുണ്ടോ എന്നൊരു പേടി. പിന്നെ ആ റഷീദിനെ പോലെ ഒരു പെങ്കോന്തനല്ലാതെ തൻ്റെ വാക്ക് കേൾക്കുന്നവരാണ് മറ്റുള്ളവർ. അതുകൊണ്ട് എന്നോട് മര്യാദയോടെ അല്ലാതെ ഇന്നേ വരെ മരുമക്കൾ എതിർത്ത് സംസാരിച്ചിട്ട് പോലുമില്ല. ഓനൊരു പെങ്കോന്തനാണ്. എന്നാൽ ആ മച്ചിയെ ഓനെപ്പോലുള്ളൊരു ഡോക്ടർ എങ്ങനെ കെട്ടിയെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ആയിഷുമ്മ സ്വയം പറഞ്ഞു. വിവാഹം കഴിഞ്ഞ റീമയും ഫെബിയും അവിടെ നിന്ന് മടങ്ങിയത് വൈകിയായിരുന്നു. ഷാക്കിറയെ അവിടെ നിർത്തി പോരുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ഇനിയെങ്കിലും തൻ്റെ സഹോദരിക്ക് സന്തോഷകരമായൊരു ജീവിതം കിട്ടണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മറ്റേ വിവാഹത്തിൻ്റെ പോലെ വിരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആദ്യം ഞങ്ങൾ തമ്മിലൊന്ന് അടുക്കുകയാണ് വേണ്ടത്. എന്നും വിരുന്നുകൾക്കും സൽക്കാരത്തിനൊക്കെ നീണ്ട് കൊടുക്കുകയല്ലേ സമയമെന്ന് പറഞ്ഞ് ആ ചടങ്ങുകളിൽ നിന്നൊക്കെ നിയാസ് ഒഴിവായി. നമുക്ക് ഒരേ റൂമിൽ തന്നെ കിടന്നുറങ്ങാം. പക്ഷേ ഒരു സൗഹൃദത്തിനപ്പുറം നമുക്ക് തമ്മിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവണമെങ്കിൽ മാത്രം ഒരു ജീവിതം തുടങ്ങാം. അല്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരു സ്ത്രീ ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെ വന്നാലും നിനക്കിവിടെ പോകേണ്ടി വരില്ല. നമുക്ക് നോക്കാടോ നമ്മളെക്കൊണ്ട് പറ്റുമെന്ന്. കാലം തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളതുപോലെ ഫ്രണ്ട്സായാണോ അതോ ഒരു ദമ്പതികളായാണോ നമ്മുടെ ജീവിതം പോകുന്നതെന്ന്. ആദ്യത്തെ ദിവസം തന്നെ നിയാസ് ഷാക്കിറയോട് പറഞ്ഞു. അവൻ പറഞ്ഞതിനോട് 100% അവളും യോജിച്ചു. നിയാസിൻ്റെ ഉമ്മയും ഉപ്പയും അവളെ മോളെ എന്ന് വിളിച്ചു. ആ വീടിന് അകത്തും പുറത്തുമുള്ള ജോലികൾ അവർ 4 പേരും കൂടെ ചെയ്തു പോന്നു. എല്ലാം വ്യക്തമായി നിയാസ് പറഞ്ഞതിനാൽ അവൻ്റെ കൂടെ ഒരു റൂമിൽ കിടക്കുന്നതിനോ അവനോട് സംസാരിക്കുന്നതിനോ അവൾക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ കാര്യങ്ങൾ ഒക്കെ അവൻ തന്നെ ചെയ്യും. ആബിദിൻ്റെ പോലെ ഷാക്കി അതെടുക്ക് ഇതെടുക്ക് അത് കാണാനില്ല എന്നൊന്നും പറയാതെ എല്ലാം അതാത് സ്ഥാനത്ത് തന്നെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഒരു ഇന്നർവെയർ പോലും ആബിദ് സ്വയം എടുത്തു വെക്കുകയോ അലക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നിയാസ് അങ്ങനെയല്ല, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആബിദിൻ്റെ കുഞ്ഞിൻ്റെ 3ാമത്തെ പിറന്നാളും വന്നെത്തി. ഐഷുമ്മയുടെ ചെവിയിൽ ഇടയ്ക്കിടയ്ക്കന്ന് സെജിന് ചോദിച്ച ചോദ്യം മുഴങ്ങിക്കൊണ്ടിരുന്നു. ആബിദ് ഷാക്കിറയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതു മുതൽ രാത്രി 4 കാലിലാണ് വന്നിരുന്നത്. അതിനും ഐഷുമ്മ മകനെ നന്നാക്കാതെ മരുമകളെ പഴിച്ചു. ഭാര്യമാരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെയാകുന്നതെന്ന് പറഞ്ഞു. 3ാമത്തെ പിറന്നാളിൻ്റെ അന്ന് മകനെയും മരുമകളുടെയും മുന്നിൽ വെച്ച് ഇനി അടുത്തത് നോക്കാനുള്ള സമയമായില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. സ്വത്ത് മുഴുവനും അവൻ്റെ പേരിൽ എഴുതി വെക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവില്ലേ എന്ന് പറഞ്ഞു ആബിദ് അത് തടഞ്ഞിരുന്നു. ഒരു ദിവസം ആബിദ് ബസ് ഓടിക്കുന്നതിനിടയിലാണ് അവൻ്റെ ചിന്ത റസിയയെയും മോനെയും പിന്നെ ഉമ്മ പറഞ്ഞതിനെ പറ്റിയും എല്ലാം മനസ്സിൽ വന്നത്. ഒടുക്കം ആ ചിന്ത ഷാക്കിറയിലും എത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഷാക്കിറയുടെ കൈയും പിടിച്ച് ഒരു കടയിൽ നിന്നും ഇറങ്ങി വരുന്ന നിയാസിനെ കണ്ടത്. അവരെ കാണേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സെജിനയുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു ഫംഗ്ഷനും അവർ പങ്കെടുക്കാതിരുന്നത്. ആ നിമിഷം അവൻ്റെ മനസ്സ് നിറച്ചു. അങ്ങനെ ഒരു കാഴ്ച കാണാൻ അവൻ ആഗ്രഹിച്ചതല്ലായിരുന്നു. ആ വിറയിൽ കൈയിനെയും ബാധിച്ചപ്പോൾ സീബ്ര ലൈൻ അവൻ കണ്ടില്ല. ഒപ്പം 3 സ്കൂൾ കുട്ടികൾ സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്നതും ഒന്നും അവൻ കണ്ടില്ല. 3 പേരെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് അവൻ്റെ ബസ് അവൻ നിർത്താതെ പോയി. കുറച്ചങ്ങ് പോയതും നാട്ടുകാർ കല്ലെടുത്തെറിഞ്ഞ് ബസ് നിർത്തിക്കുകയും അവനെ പിടിച്ചിറക്കി തല്ലുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു സംഘം ആ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. 2 കുട്ടികൾക്ക് ഗുരുതര പരിക്കും 1 കുട്ടി മരണപ്പെടുകയും ചെയ്തു. ആബിദിന് നാട്ടുകാരിൽ നിന്നും വയറ് നിറച്ചും കിട്ടി. അവനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എങ്കിലും അവൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു. മീഡിയക്കാരുടെ ഇടപെടലും സീബ്ര ലൈൻ ആയതുകൊണ്ട് ആബിദ് 8 നിലയിൽ കുടുങ്ങി. അന്വേഷണങ്ങൾക്കൊടുവിൽ വ്യക്തമായ CCTV വീഡിയോസും ദൃക്സാക്ഷികളുടെ മൊഴികളും എല്ലാം അവൻ്റെ മേലുള്ള കുറ്റങ്ങൾ അനായാസം തെളിയുകയും അവന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെയും ചെയ്തു. ആരെയും സ്വാധീനിച്ച് കേസ് ഒതുക്കി തീർക്കാൻ പോലും കഴിയാതെ അവൻ്റെ ലൈസൻസ് അവർ കട്ട് ചെയ്തു. ഡ്രൈവർ മാത്രമല്ല ഓണർ അവനായതുകൊണ്ട് തന്നെ 3 കുട്ടികൾക്കും നഷ്ടപരിഹാരത്തിന് തന്നെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വന്നു. ലക്ഷങ്ങളുടെ നഷ്ടപരിഹാരവും ഒപ്പം ലൈസൻസ് കട്ട് ചെയ്തതും പിന്നെ ശരീരത്തിനേറ്റ പരിക്കും കൊലക്കുറ്റത്തിനെടുത്ത കേസുമെല്ലാം ആബിദിനെ വല്ലാതെ ക്ഷീണത്തിലാക്കി. കേസും മറ്റുമായി കുറേ അതിനു പിന്നാലെ നടക്കേണ്ടിയും അതിനുവേണ്ടി തൻ്റെ മറ്റു ബസ്സുകളെല്ലാം വിൽക്കേണ്ടിയും വന്നു. ഉപ്പക്കും ഉമ്മക്കും സ്വത്ത് വിറ്റ് അവനെ സഹായിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും മറ്റു മക്കളുടെ എതിർപ്പിൽ അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു.
ആദ്യ ഷെയർ നടക്കട്ടെ, എന്നിട്ട് അവൻ്റെ ഷെയർ കൊണ്ട് കേസ് നടത്തട്ടെ എന്നായി. ഒടുവിൽ തൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യവും കടം വാങ്ങിയും എല്ലാം കൂടി ചെലവാക്കി മരിച്ച കുട്ടിയുടെ വീട്ടുകാർക്ക് കേസ് നടത്താനുള്ള സാമ്പത്തികവും താല്പര്യവുമില്ലാത്തത് കൊണ്ട് തന്നെ ശിക്ഷയിൽ നിന്നും എങ്ങനെയൊക്കെയോ അവൻ ഊരിപ്പോന്നെന്ന് പറയാം. മകന് ഇങ്ങനെ ഉണ്ടായതിൽ ഏറ്റവും വിഷമം ഐഷുമക്കായിരുന്നു. വാർത്ത എല്ലാവരും അറിഞ്ഞതിനാൽ തന്നെ അവർക്കൊരു തളർച്ചയുമായി. എല്ലാവരുടെയും മുന്നിലും അഹങ്കാരത്തോടെ തല ഉയർത്തി തൻ്റെ മക്കളുടെ പോരിശ് വിളമ്പിയിരുന്ന ഐഷുമയ്ക്ക് ഇപ്പോൾ ആൾക്കാരുടെ പരിഹാസത്തോടെയുള്ള വാക്കുകളും പ്രവൃത്തികളും നോട്ടവും ഒന്നും സഹിക്കാൻ പറ്റാതായി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇവിടെ ഇട്ട് കണ്ണീർ കുടിപ്പിച്ചതിൻ്റെ ശിക്ഷയാണ് ഇതെന്ന് എല്ലാവരും പരസ്യമായി പറയാൻ തുടങ്ങി. എന്നാൽ ഐഷുമ്മ അത് റസിയ കാലെടുത്ത് കുത്തിയ അന്നു മുതൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ചാനൽ വാർത്തകളുടെയും പത്രത്തിലൂടെയും എല്ലാം ഷാക്കിറയും ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് മുന്നേ വാർത്തകൾ കാണുകയോ വായിക്കുകയോ ചെയ്യാതിരുന്നവൾക്ക് ഇന്നതൊരു പതിവായിട്ടുണ്ട്. അവിടെ ഉമ്മയും ഉപ്പയും ഇരുന്ന് നിയാസില്ലാത്തപ്പോൾ വാർത്തകൾ കാണും. ഉമ്മ തന്നെയും പിടിച്ചിരുത്തും. ഉപ്പയുടെയും ഉമ്മയുടെയും ഒപ്പം ഇരിക്കാൻ അവൾക്ക് മടിയായിരുന്നു. പക്ഷെ ഉമ്മ അവളെ ഒരുമിച്ചിരുത്തി ആ മടിയങ്ങ് മാറ്റിക്കളഞ്ഞു. അവൾ അപ്പോൾ ഓർത്തത് ആബിദിൻ്റെ വീട്ടിലെ എഴുതപ്പെടാത്ത നിയമങ്ങളായിരുന്നു. ഉമ്മ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ എത്ര വൈകിൽ പോലും എത്ര നേരം നിന്നിരുന്നാൽ പോലും അവിടുത്തെ എവിടെയും ഇരിക്കാൻ പാടില്ല. ആ നിയമം മരുമക്കൾക്കും ആൺമക്കളുടെ മക്കൾക്കും മാത്രമേ ബാധകമുള്ളൂ. പെൺമക്കൾ വന്നാൽ ഉമ്മയുടെ അടുത്ത് എത്ര സമയം വേണമെങ്കിലും സംസാരിച്ച് നിൽക്കും. പെൺമക്കളുടെ മക്കൾ വന്നാൽ ഐഷുമ്മയുടെ മടിയിൽ വരെ കയറിയിരിക്കും. ആൺമക്കളുടെ ഏതെങ്കിലും മക്കളെ ഐഷുമ്മ എടുക്കുകയോ മടിയിൽ വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആബിദിൻ്റെ മകനെ മാത്രമാണ്. നിയാസ് വന്നാലും രാത്രിയിൽ കുറച്ചു നേരം എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചതിന് ശേഷം ഇരുന്ന് സംസാരിക്കും. അന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളും വീട്ടിലുണ്ടാകുന്ന സംഭവ വികാസവും ഒക്കെ തമ്മിൽ പങ്കുവെക്കും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സന്തോഷത്തോടെ ഒരു ഓളത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എങ്കിലും ഒരു ഇണകൾ തമ്മിലുള്ള ജീവിതത്തിലേക്ക് അവർ കടന്നിരുന്നില്ല. ആബിദിൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് ഒതുങ്ങിയെങ്കിലും അവൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടമായി. അവനൊരു കടക്കാരനായി. പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ കഴിയേണ്ട ഒരു മാനസികാവസ്ഥയിൽ വരെ എത്തി. പുറത്തേക്കിറങ്ങിയാൽ എല്ലാവർക്കും അന്ന് എന്ത് സംഭവിച്ചെന്നറിയണം. അതുകൂടാതെ പാപ്പരായി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും. ആരെയുടെയും ബഹുമാനത്തോടെയും സംസാരിക്കുന്നവർ അർത്ഥം വെച്ചും പരിഹാസത്തോടെയും സംസാരിക്കാനും നോക്കാനും തുടങ്ങി. ലൈസൻസ് കട്ടാക്കിയെങ്കിലും മറ്റൊരു ജോലിക്കും പോവാതെ വീട്ടിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്ന സഹോദരന്മാരിൽ ചെറിയ ചെറിയ മുറുമുറുക്കൾ ഉണ്ടാക്കി. തങ്ങളുടെ സമ്പാദ്യം മുഴുവനും കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ഉമ്മയുടെ കയ്യിൽ. അതും അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് തന്നെയാണ്. ബിസിനസ് തുടങ്ങിയത് ഉപ്പാണെങ്കിലും അത് മെച്ചപ്പെടുത്തിയെടുത്തതും തങ്ങളാണ്. ബസ് സർവീസിൽ ആബിദിൻ്റെ അധ്വാനം മാത്രമല്ല എല്ലാവരുടെയും ഉണ്ടായിരുന്നു. അത് പക്ഷേ ആബിദിൻ്റെ ഒരു കാര്യത്തിനായി മുഴുവൻ ആയി കൊടുത്തു. ഒരു ദിവസം രാവിലെ ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോകാൻ നിന്ന ആബിദിനെ മൂത്ത സഹോദരൻ വിളിച്ചു നിർത്തി. ഇങ്ങനെ തടഞ്ഞു കൂടെ ഇരിക്കാതെ ഞങ്ങളുടെ കൂടെ എന്തെങ്കിലും പണിക്ക് വാ അവനോട് പറഞ്ഞു. എല്ലാവരും ഇവിടെ എല്ലും മുറയെ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഒറ്റ ദിവസം വീട്ടിലിരുന്നാലോ? ഉമ്മ ഇരിക്കാൻ സമ്മതിക്കൂല. ഇല്ലല്ലോ. ഇത് ഉമ്മാക്ക് ഈ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് നീ ഇവിടെ ഇരിക്കും. നീ ഒറ്റത്തടിയാണെങ്കിലും കുഴപ്പമില്ല. നിൻ്റെ ഭാര്യയും കുഞ്ഞുമല്ലേ? മൂത്ത സഹോദരൻ ആബിദിനോട് പറഞ്ഞു. മൂത്ത സഹോദരൻ്റെ തുറന്നു പറച്ചിൽ അവൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു. അല്ലെങ്കിലും വീട്ടിലിരുന്ന ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൻ കാണുന്നതാണ് മൂത്ത സഹോദരന്മാരുടെ ഭാര്യമാരുടെ പിറുപിറുക്കലും ഓരോന്ന് കൊള്ളിച്ചുള്ള പറച്ചിലും. ഫുഡ് എടുത്ത് വെക്കുമ്പോഴുള്ള നീരസവും മറ്റുള്ളവർ തന്നോട് കാണിക്കുന്ന നീരസം അവൻ റസിയുടെ മേൽ തീർത്തു. ഒന്നിനും കൊള്ളാത്തവൾ. തൻ്റെ മറ്റ് സഹോദരന്മാരുടെ ഭാര്യമാരെല്ലാം ഒരുപാട് സ്വർണം കൊണ്ടുവന്നവരാണ്. അതിൻ്റെ പകുതിയെങ്കിലും നിൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നു. അതെങ്ങനെ? അഷ്ടയ്ക്ക് വകയില്ലാത്തവൾ ഒരു ജീവിതം കൊടുത്തപ്പോൾ എൻ്റെ കഷ്ടകാലവും തുടങ്ങി. ഇനിയിപ്പോൾ അവരുടെ കൂടെ ഓഫീസിൽ പോയാൽ തന്നെ ഒരു ജോലിക്കാരൻ്റെ സ്വാതന്ത്ര്യം ശമ്പളമായി അവർ തരൂ. ഉപ്പാക്ക് തന്നെ അവിടെ എല്ലാവരുടെയും പോലെ തന്നെ അധികാരം തരാൻ ഇഷ്ടമുണ്ടായാൽ മറ്റുള്ളവർ അതിന് സമ്മതിക്കൂല. തൻ്റെ സമ്പാദ്യങ്ങൾ മാത്രമല്ല ഉപ്പയുടെ കയ്യിൽ നിന്നും ചെറുതല്ലാത്തൊരു സംഖ്യ തന്നെ ഒരു സംഭവത്തിൽ ഉപ്പ എനിക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. ഓരോന്നോർക്കെ അവന് തലയ്ക്ക് ഭ്രാന്ത് വരുന്നത് പോലെ തോന്നി. സഹോദരി പറഞ്ഞതിന് ഒന്നും മിണ്ടാതെ കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകി ഒന്ന് കുടഞ്ഞുകൊണ്ട് ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാതെ കുറച്ച് നാളുകൾക്ക് ശേഷം അവനായി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇൻഷാ അല്ലാ
ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.